ഒരു കള്ളൻ കഥാപാത്രത്തിന് വോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തുരപ്പങ്ക് തന്നെയായിരിക്കും. ഇതിലൊരു കള്ളനായിട്ടാണ്. അപ്പം ഏതെങ്കിലും റെഫറൻസ് വേറെ ഏതെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് എടുത്തു അല്ലെങ്കിൽ ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ഗ്രൂപ്പ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച് ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടെയിലിന് മാത്രം ഞാൻ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ ബെറ്ററായിരിക്കും എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ രീതിക്കൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ആൾക്കാരുണ്ട് തൊണ്ട പറ്റി വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് അച്ചു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തു, അല്ലെങ്കിൽ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ സിനിമകളെ പറ്റി, വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പടം ഇറങ്ങി എന്നിട്ടാണോ സംസാരിക്കാറുണ്ടോ? അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറവ് കിട്ടുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചിയും അച്ഛനാണ് പ്രോപ്പറായിട്ട് കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എന്റെ കൂടെ തന്നെ മറ്റേ ബോക്സിംഗ് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ലൊരു നന്നായിരുന്നു. അപ്പൊ ഈ പടം ഇറങ്ങിയപ്പോഴും അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവർ ആ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കഥാപാത്രം ആ രീതിക്ക് തന്നെ പോകും. അച്ഛനെ ഹാപ്പി ആയി, അച്ഛൻ ഹാപ്പി, ഞാൻ ഹാപ്പി. ഡയറക്ടർ അടുത്താണ്. നോർമലി സിനിമയുടെ ഒരു പകുതി ഭാഗം വരെ ബാലുവും അനശ്വരയും തമ്മിലുള്ള കോമ്പോയാണ്. ഒരു സർമണിൽ തന്നെ രണ്ടുപേര്, അപ്പൊ അതൊരു പരിമിതി ഉണ്ടല്ലോ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെങ്കിലും. അത് എൻഗേജ് ചെയ്യണം, ലാഗ് ഫീൽ ചെയ്യരുത്. എത്രത്തോളം ടഫാണ് അങ്ങനെ ഒരു കോമ്പോ നിങ്ങൾ ചെയ്യാനായിട്ട്? ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തോടേക്ക് നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഒരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷൻ, ഫസ്റ്റ് ഹാഫിലെ ഒരു മേജർ പോർഷൻ ഞാനും അതിലും മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറത്തുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലവലും കാണിച്ച ആൾക്കാരെ പറ്റിക്കാൻ ഞങ്ങൾ ഈ രണ്ടിലും കൂടി മുറിയിൽ എന്ത് കാണിക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിന്റെ പരമായിട്ടുള്ള ഗുണങ്ങളുകൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ ഒരു അത്യുഗ്രൻ കക്ഷിയായിരുന്നു രണദേവ്. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ എല്ലാവരുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം. ബാലു ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എപ്പോഴും കുറച്ചുകൂടെ സെലക്ട് ചെയ്യണം. പണ്ട് ചെയ്യുന്ന പോലെ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുക. കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടാൻ സമയമായി, എനിക്ക് ഇനി കുറച്ചുകൂടെ ചൂസ് ചെയ്ത കഥാപാത്രങ്ങൾ വേണം എന്ന് തീരുമാനമെടുത്തോ? വേണ്ടേ? ഡെഫിനറ്റ്ലി ബ്രോ. കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ സിനിമകളുടെ എണ്ണങ്ങൾ, അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന കോളാണ് എൻ്റെ ഈ കണ്ടുപിടി. അതേപോലെ എൻ്റെ ഫോണിൽ നേരെ വിളിക്കും, പലല്ലേ ഒരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുള്ളൂ എന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്ന് എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിന് ഇപ്പോൾ വിളിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്.